ഹേ ഗൈസ്, വെൽക്കം ടു എ പുതിയൊരു ബ്ലോഗ് സുഹൃത്തുക്കളെ. ഇന്ന് അടുക്കളയിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേനും അമ്മ ഉറക്കം, പിന്നെ ഞാൻ ശല്യം ചെയ്തില്ല, ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്തരാ കാപ്പി? ചിക്കനാ? ഇന്നലത്തെ ചിക്കൻ കറി കേട്ടാ. ചിക്കൻ കറിയും പുട്ടും. ചിക്കൻ കറിയും പുട്ടുമാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് മുടിവെട്ടലാണ്. കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ചെയ്യാം മുടി വെട്ടണമെന്ന്. പിന്നെ എന്തായാലും പോയി മുടിയൊക്കെ വെട്ടി ഒന്ന് താടിയൊക്കെ ഷേപ്പ് ചെയ്ത് ഒരു ഫേഷ്യലൊക്കെ ചെയ്യണം, ഒന്ന് ഗ്ലോ ആവണം. കുറച്ച് അന്ന് കട്ടപ്പനും കുട്ടപ്പനൊക്കെ ആവാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. നല്ലപോലെ ഒതുക്കിയെന്ന് വെട്ടി ഈ ഫ്രണ്ടിലോട്ടുള്ള മുടി ഇങ്ങനെ കിടക്കണ്ടോ വേണ്ട പോട്ട് ഇങ്ങനെ ഒരുമാതിരി കിടക്കുന്നു. മുടി നല്ല കണക്ക് ഇച്ചിരി ഓവറായി. പണ്ട് അമ്മ ഇവിടെ ഒരു അണ്ണാച്ചിയുടെ ഒരു കടയുണ്ടായിരുന്നു, ഒറ്റ അങ്ങ് വെട്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് അങ്ങ് വെളിച്ചെണ്ണ കഴിക്കും, എന്നിട്ട് സ്കൂളിൽ പറഞ്ഞു വിടും. പക്ഷെ പിന്നെ എനിക്ക് മുടി വളർത്തുന്നതായിരുന്നു ഇഷ്ടമല്ലേ. കുട്ടിച്ചാത്തൻ ഇറങ്ങിയ സമയത്ത് അതുപോലെയൊക്കെ കൊണ്ട് വെട്ടുമായിരുന്നു നമ്മ. അച്ഛൻ ഇതുകൊണ്ട് അച്ഛന് എണീറ്റ് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഗുഡ് മോർണിംഗ്. അതെ, ഞാൻ പോയി മുടിയൊക്കെ വെട്ടി ഒന്ന് മെനയാവാന്ന് വിചാരിച്ചു. മുടി വെട്ടിയാ മെനയാവൂന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും വെട്ടാം. രാവിലെ താറിന്റെ ഓയിലും കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഡീസൽ വണ്ടി ആകുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂളന്റും പിന്നെ എഞ്ചിൻ ഓയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ കരിയും പുകയൊക്കെ വരൂല്ലേ ചേ. ഓയിലുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇതിനകത്ത് ഇങ്ങനെ നോക്കിയാലും എനിക്കൊന്നും അറിയത്തൊന്നുമില്ല. പിന്നെ എല്ലാരും ചെയ്യുന്ന പോലെ വണ്ടി കേടാകുമ്പോഴത്തേന് ഇതും പൊക്കിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. ആരെങ്കിലും വന്നാലേ വണ്ടി ശരിയാക്കാൻ പറ്റും, എനിക്കൊന്നും അറിയത്തില്ല. ചായ കുടിക്കാം. യൂട്യൂബിന്റെ കപ്പാട്ടാ, പക്ഷെ യൂട്യൂബിന്റെ ഇതൊക്കെ മാഞ്ഞു പോയി. ഒരുപാടൊന്നും കുറഞ്ഞില്ല, 68 ഉണ്ട് ഇപ്പൊ. എനിക്ക് അന്ന് നോക്കിയപ്പോഴത്തേന് 61 എന്റെ വെയിറ്റ് മാറിട്ട് 62 ഇപ്പൊ ഞാൻ കഴിക്കുന്നുണ്ട് ഫുഡ്. എനിക്ക് 66 കൂടി കഴിച്ചു, 1 കിലോ അടുപ്പിച്ച്. അച്ഛന് 90 ഉണ്ട്. 90 ഉണ്ടായിരുന്നു. കാണുന്നില്ല, മുണ്ടെന്ന് പറ്റി. 86 കിലോ ഉണ്ട്. അച്ഛന് 90 അടുപ്പിച്ചുണ്ടായിരുന്നില്ലേ? അങ്ങനെ വെച്ചാ പൊങ്ങി ഇങ്ങനെ പോകും, ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ആവി വരുന്നതിന്റെ അവിടെ വെച്ചാൽ അതിങ്ങനെ എയറിൽ ഇങ്ങനെ നിക്കും. അടുത്ത മുട്ട് വയ്ക്കുമ്പോ അതിന്റെ ഇടയിൽ കൊണ്ട് കൈ കൂടെ കഴിക്കാൻ കേസ്. അച്ഛന് ഗോതമ്പ് പുട്ടാണോ? എനിക്ക് അരി വേണ്ട. കൊള്ളാല്ലേ? അച്ഛൻ വേണ്ട കുത്തി ഇരുന്നിട്ട് എന്തിനാ ചെയ്യുന്നത്? പഞ്ചറായ അച്ഛൻ വരുന്ന മുടി വെട്ടാൻ പോകാൻ വരുന്ന താടി അങ്ങ് എടുക്കാം. പിന്നെ വലിയ ഭയങ്കര താടിയാ. മുടി പിന്നെ ഇന്ത്യയിലേക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, വെട്ടേണ്ട ആവശ്യമില്ല. അപ്പൊ കൈസ്, ഞാൻ എന്തായാലും പോയിട്ട് മുടിയൊക്കെ വെട്ടാനായിട്ട് പോവുകയാണ്. ആഫ്റ്റർ എന്നാ ലാസ്റ്റ് വെട്ടിയത് പോലെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ ഒരുപാട് മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ആകുമ്പോഴത്തേനും ഞാൻ ടിപ്പൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയായിരുന്നു. അതല്ലാണ്ട് ഞാൻ പ്രോപ്പറായിട്ട് പോയി മുടി വെട്ടിയിട്ട് കുറെ നാളായി. പറ മൊഴി. ആ തല കൊണ്ട് ഡൈ അടി മൊത്തം നരച്ചിരിക്കുന്നു. വയസ്സായി. അമ്മക്ക് എത്ര വയസ്സായി ഇപ്പം? 42 ആവും. അമ്മ വരുന്ന? അമ്മയും കൂടെ വരുന്നെങ്കി ബാ. ഞാൻ വരുന്നില്ല, ബാ. അപ്പൊ ഗൈസ്, എന്തായാലും പോയി മുടിയൊക്കെ ഒന്ന് വെട്ടി പിന്നെ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ ഓരോന്ന് കയറണം, വേറൊരു ആവശ്യമുണ്ട്. അവിടെ കൂടെ പോയിട്ട് പച്ചക്കറി മേടിച്ചിട്ട്. പച്ചക്കറിയാണോ? ഓക്കെ, കുറച്ച് വീട്ടു സാധനം കൂടെ മേടിച്ചിട്ട് നമുക്ക് വരാൻ സുഹൃത്തുക്കളെ. അച്ഛാ, അച്ഛൻ എത്ര വട്ടം വിളിക്കണം? സെലിബ്രിറ്റി ആണോ? വണ്ടി മൊത്തം അഴുക്കാട്ടാ, വന്നിട്ടൊന്ന് വണ്ടി കഴുകണം. ഇന്ന് ഞാൻ വണ്ടി കഴുകും. അത് പിന്നെ ഇന്നലെയൊക്കെ മഴയായിരുന്നു, അതല്ലേ അഴുക്കായത്. പോട്ടാ, പുതിയൊരു ലുക്കിൽ കാണാം. ശരി, ലെറ്റ്സ് ഗോ ഗൈസ്. താടി ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതി.
ഷേപ്പാക്കി മൊത്തം വെട്ടുന്ന ഫുൾ എടുക്കണ്ട, ട്രിം ചെയ്യണ്ടേ? നൈസായിട്ടൊന്ന് ട്രിം ചെയ്താൽ ശരി. വീട്ടിലെത്തി ഗൈസ്, അമ്മയുടെ റിയാക്ഷൻ നോക്കിട്ട് മുടി കിട്ടിയുണ്ട്. അമ്മാ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഒരുപാട് ഇതാക്കി വെട്ടിയില്ല, താടിയൊക്കെ ട്രിം ചെയ്ത് ഫേഷ്യൽ ചെയ്ത് ആണാ. ഫേഷ്യലും മറ്റേ സ്റ്റീമും എല്ലാം കൂടെ ഒരുമിച്ചാ ചെയ്തത് ലാസ്റ്റ്. സമയമില്ലാത്തോണ്ടാണോ അതോ ഞാൻ ഫേഷ്യൽ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി രണ്ടും സ്പായും ഫേഷ്യലും ഒക്കെ എല്ലാം കൂടെ ഒരുമിച്ചൊക്കെ ചെയ്തു. എന്തായാലും കുഴപ്പമില്ല. അച്ഛൻ എന്നെക്കാട്ടിയും ബില്ലായി. ഞാൻ നോക്കിയപ്പോ എന്നെക്കാട്ടിയും ബില്ല് അച്ഛന്. ഞാൻ എന്തിനു ചെയ്ത് അവര് പറഞ്ഞ എല്ലാം ഓക്കെ അങ്ങ് അടിച്ചല്ലേ ചെയ്ത്. മനസ്സിലായതുമില്ല. അച്ഛൻ ഫേഷ്യൽ ചെയ്ത് ഈ മുമ്പിലോട്ട് ഇങ്ങനെ വലിച്ചു വാരിയിടല്ലേ, ഇങ്ങനെ ഇരിക്കട്ടെ. ശരി 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 ശരി. ഫുഡ് കഴിക്കാം. നമ്മള് ബിരിയാണി മേടിച്ചോണ്ട് വന്നാട്ടാ. ഈ ബിരിയാണി മേടിക്കണം പറഞ്ഞെങ്കിൽ ഞാൻ ഒരു ചോറും കറി വെക്കൂലായിരുന്നു. വെച്ചായിരുന്നോ? പിന്നെ സൂപ്പർ ബിരിയാണി. നല്ല ലൈറ്റ് ആയി കേട്ടാ, 2 മണി അങ്ങാണ്ടായി. കഴിച്ചിട്ട് ഇറങ്ങി. വണ്ടി കഴിവാനായിട്ട് ഇറങ്ങിയതാ, മഴ പെയ്യുന്നു. മഴ തുടങ്ങി. മഴ പെയ്യുന്നില്ല, ഇത്രയും നേരം മഴയില്ലായിരുന്നു. എന്തായാലും കഴിവാ, ഇറങ്ങിയതല്ലേ. നല്ല മഴ. എനിക്ക് മെയിനായിട്ടേ കഴിവുന്നതിനെക്കാട്ടി ഈ സാധനം എടുത്ത് അടിക്കാൻ ഭയങ്കര ഇഷ്ടം. കണ്ട ഭയങ്കര പവറാ. അത് കളിക്കാൻ വേണ്ടി വണ്ടി വീഴും. മഴ പെയ്യോ, ഞാൻ എന്തിനാ കഴിവുന്ന ആക്കറിയാം. അയ്യേ നല്ല മഴ. അപ്പോഴത്തേന് നമ്മള് ഇടയ്ക്ക് വർക്കലയിൽ പോയിട്ടൊരു ചെറിയൊരു വീഡിയോ ഉണ്ട്. അപ്പം നിങ്ങൾ അത് കണ്ടിട്ട് വരുമ്പോഴത്തേന് ഞാൻ വണ്ടി കഴുകി സെറ്റാക്കി വെക്കും കേട്ടോ. ഇറങ്ങാൻ പറ്റുമോ വഴി? ഇറങ്ങുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് എങ്ങനെയാലും ഇറങ്ങിയാൽ മതി. നോക്കി ഇറങ്ങിപ്പോ. ഇവിടെ സമാധാനമില്ലേ? ആരുമില്ല. ഈ ഒരു ലോറി ഇട്ട കേട്ടാ. ഇത് ഈ സാധനം മേടിച്ചിട്ട് നമ്മൾ ഇതൊരു ഇട്ട് നോക്കിയില്ലായിരുന്നു. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്റെ കളർ നോക്കി. കിട്ടണ ഇപ്രാവശ്യമെങ്കിലും. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ ഒരു മീനേലും പിടിക്കാൻ. എറിഞ്ഞോ? തുടങ്ങുന്ന രണ്ടാമത്തെ റേ. എറിഞ്ഞോ? അത് പോയി. കൊത്തുന്നുണ്ടാ? പിടിക്കുന്നു. ഭയങ്കര പിടുത്തം. ഒറ്റടിക്ക്. അച്ഛൻ ഭയങ്കര മീൻ പിടുത്തമാണ്. പക്ഷെ ഒന്നും നടക്കുന്നില്ല കാര്യമായിട്ട്. അമ്മയ്ക്ക് പിടിക്കണ്ടേ മീൻ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എറിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. അപ്പൊ അമ്മയ്ക്കൊരു അവസരം. അച്ഛാ, അമ്മയ്ക്കൊരു അവസരം കൊടു. എന്തിനാ ഒന്നും നടക്കുന്നില്ലേ? ആ ചൂണ്ട ഇവിടെ അല്ലേ കിടക്കുന്ന. ഈ സത്യം പറഞ്ഞ ഈ മീൻ പിടിക്കുന്നതിലല്ല ഒരു സന്തോഷം. ഇങ്ങനെ എറിയ ഇടുക, അതൊക്കെയാണ് ഒരു ഹാപ്പിനെസ്. മീൻ കിട്ടുന്നതിൽ വലിയൊരു കാര്യമില്ല. അമ്മ പാവം ഒറ്റയ്ക്ക് ഓടി കളിക്കുന്നു. അതിനകത്ത് പിടി. എന്നിട്ട് ഈ ലോക്കെട്, ഇതെടുക്ക്. ഇനി എറിഞ്ഞോ? മാറിയില്ല, ഇതൊന്ന് പൊത്ത് എറിങ്ങട്ടാ. എറിഞ്ഞോ? യശോദേ. പോയാ. ഇത് മീൻ കിട്ടിയാലും പിടിച്ചേട്ടേ ഒക്കൂലട്ടാ. അത് ഇവിടെ എവിടെയാണ്ട് കിടപ്പുണ്ട്. എവിടെ ചൂണ്ട? കാലിക്കുരുക്ക് ദേ കിടക്കുന്ന. വേണ്ടേ?
ഇവർക്കൊന്നും ഭാഗ്യമില്ല. ഞാൻ തെരഞ്ഞു ഞാനും മറന്നു കണ്ടോ എറിയുന്നത് കുറച്ച് നീട്ടി എറിയണം. അത് കടലിന്റെ നടുക്ക് മീൻ കിട്ടും. വലിയ മീനൊക്കെ കടലിന്റെ അടുക്കാം. അയ്യോ ഇങ്ങോട്ട് നിൽക്കാക്കട്ടെ ക്യാമറമാന്റെ പറയല്ലേ ബാക്ക് ചെയ്ത് പോയി. മീൻ കിട്ടിയത് കൊണ്ടുനടക്കണം. അത് ഈ കടലിലെ ഇപ്പൊ മീനിന്റെ ഒരു സീസൺ അല്ല, അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഈ മീൻ കിട്ടുന്നത്. നമുക്ക് എപ്പോഴും മീൻ കിട്ടുന്നതാ എവിടുന്ന സീസൺ അല്ലെങ്കിൽ ഈ മീനുള്ള സ്ഥലം നമുക്ക് അറിയാം. ഇവിടെ മീൻ ഇല്ല, അത് കാണുമ്പോ അറിയാത്. അതുകൊണ്ടാ ഇവിടെ ഈ മീനുള്ളൊരു സ്ഥലമല്ല ഇവിടെ. നിങ്ങൾ മീൻ പിടിക്കാനായിട്ട് ഇങ്ങോട്ട് വർക്കലയിലോട്ട് വരണ്ട കേട്ടാ, കാരണം ഇവിടെ മീനിന്റെ സാധ്യതകൾ കുറവാണ്. സാധനം എടുത്തിനകത്ത് ഒഴി. പക്ഷെ ഈ സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല ഈ സാധനം. അച്ഛാ അതെ, ഒരെണ്ണത്തിൽ ഒഴിച്ച് അത് തിന്നിട്ട് എല്ലാത്തിലും നിറച്ചു വെക്കണ്ടായിരുന്നു. അത് ലീക്ക് ആവൂലേ? അങ്ങനെ ഉണ്ട്. ഇതെന്തിനു പ്ലാസ്റ്റിക്കിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാ? എടുത്തെടുത്തോ ഹലോ അതെന്തിനാ അങ്ങനെ ഒരു ഇത്? കൊറേ ആലോചന. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. അമ്മ ഹലോ, കുഴപ്പമില്ലല്ലേ? കടിച്ചു നോക്ക്. ഓ അതിലൊക്കെ പറ്റി. കൊള്ളോ? ടേസ്റ്റ് ഉണ്ടോ? ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം. ഇവിടുത്തെ കടിക്കും, എവിടെ കടിച്ചാലും പറ്റും. കൊള്ളാം, എരിയുണ്ട്. പറ്റിയാ? എന്റെ കയ്യിലും എല്ലാം പറ്റി. ഫൈനലി വണ്ടി കഴുകി തീർന്നു സുഹൃത്തുക്കളെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഹോപ്പ് യു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ.